ശരത്ചന്ദ്രൻ, ഇന്നലെ മുതൽ നാം കാണുന്നത് രാത്രിയിലും അർദ്ധരാത്രിയിലും പുലർച്ചെയും ഒക്കെ മഴയത്തുമൊക്കെ നാം കണ്ട ആ തെരുവിലെ അതേ ആവേശം തങ്ങളുടെ പ്രിയ സഖാവിന് അന്ത്യചുംബനം അർപ്പിക്കാനായി ഇതാ ആലപ്പുഴയിൽ, ഇപ്പോൾ ഇതാ ഡാണാപ്പടിയിൽ. ശരത്ചന്ദ്രൻ, അതെ അതെ, അജിംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതല്ലേ, ഇന്നലെ രാത്രിയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കുന്നത് കൊട്ടിയം, അതുപോലെ തന്നെ കൊല്ലം, ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന വലിയ ആൾക്കൂട്ടത്തെ കുറിച്ച്, PS കാണാൻ എത്തിയതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ രാത്രി 3 മണി, 3:30, 4 മണി സമയത്തൊക്കെ സംസാരിച്ചിരുന്നു. യാതൊരു മാറ്റവുമില്ല. ജിംഷാദ് പറഞ്ഞതുപോലെ അത് തന്നെയാണ്. കൊല്ലം ജില്ല കടന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ച് കടന്നു വരുന്ന വഴികളിൽ എല്ലായിടങ്ങളിലും അത്ര വലിയ തോതിലുള്ള ആളുകളാണ്. ഇപ്പോൾ ആളുകളാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പാതയോരങ്ങളിലെല്ലാം ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഈ പ്രത്യേക വാഹനത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരും ഈ വാഹനം വരുന്നു സ്ലോയാകുന്നത് കണ്ട് ഇതിനടുത്തേക്ക് വരണ്ട. നിങ്ങൾ നിൽക്കുന്ന ഇടത്തേക്ക് വാഹനം വരികയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും PS കാണാം എന്ന്. അതാണ് ഇപ്പോ സംസ്ഥാന സെക്രട്ടറിയും നമ്മളോട് പറഞ്ഞു, MP ഗോവിന്ദൻ മാഷ് നമ്മളോട് പറഞ്ഞു. കാരണം ഇവരെ മുഴുവൻ കാട്ടാതെ VS ചുടുകാട്ടിലേക്ക് എടുക്കില്ല, അതുകൊണ്ട് നിശ്ചയിച്ചതിൽ നിന്ന് വൈകുമെന്ന സൂചന സെക്രട്ടറി തന്നെ നൽകുന്നു. അതെ അതെ അതെ, അതായത് ജിംഷാദ്, ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞ ഡാണാപ്പടി കഴിഞ്ഞ് താമല്ലാക്കലും കടന്ന് കുമാരപുരവും കടന്ന് ഇപ്പോൾ കരുവാറ്റയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ദൃശ്യങ്ങളിൽ കൂടി കാണുകയും ചെയ്യാം. പൂക്കളുമൊക്കെയായി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. PS അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്ന് അടുത്തതായി കരുവാറ്റയിലേക്ക് പോവുകയാണ്. കരുവാറ്റ എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അടുത്ത കേന്ദ്രം എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും കരുവാറ്റ കഴിഞ്ഞു വന്നാൽ ഉടൻ തോട്ടപ്പള്ളിയാകും. ഡാണാപ്പടി പൂർത്തിയാക്കി അല്ലേ? ഡാണാപ്പടി കഴിഞ്ഞു, ഹരിപ്പാട് കഴിഞ്ഞ് ഡാണാപ്പടി കഴിഞ്ഞാണ് ഞാൻ ഈ പറഞ്ഞ താമല്ലാക്കൽ, കുമാരപുരം, അത് രണ്ടും കഴിഞ്ഞു. അടുത്തത് കരുവാറ്റയാണ്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കരുവാറ്റ ഹൈസ്കൂൾ ജംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് കരുവാറ്റ TB ജംഗ്ഷൻ ഉണ്ട്. ഇതെല്ലാം ജംഗ്ഷനുകളൊന്നും അല്ല, ഈ റോഡിന്റെ വഴിയോരങ്ങളിലെല്ലാം ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ കാണുന്ന കാഴ്ച എന്ന് വെച്ചാല്, ഇങ്ങനെ PS വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര വരുമ്പോൾ സ്ത്രീകളാണ് രാവിലെ മുതൽ കാണുന്ന കാഴ്ച. ആലപ്പുഴയിലേക്ക് കടന്നുമ്പോൾ കാണുന്ന കാഴ്ച ഇന്നലെ രാത്രിയും അതെ അല്ലേ? അതെ, റോഡിലേക്ക് ഇറങ്ങി വന്ന് കൈ ഉയർത്തി കാട്ടി ബസ് നിർത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹം അവര് പ്രകടിപ്പിക്കുന്നു. റോഡിലേക്ക് കയറി വന്ന് നിന്ന് തന്നെ കാണിക്കുന്നു. അപ്പോഴാണ് MV ജയരാജൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വാഹനത്തിനടുത്തേക്ക് കൂട്ടമായി ഓടി വരണ്ട, നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ വാഹനം നിർത്തി മെല്ലെ സ്ലോ ചെയ്ത് നിങ്ങൾക്കൊക്കെ കാണാനുള്ള അവസരമുണ്ട് എന്ന് നിരന്തരമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സ്വാഭാവികമായും ആളുകൾ വാഹനം മെല്ലെ സ്പീഡ് കുറയുമ്പോഴേക്ക്, സ്പീഡൊന്നും പറയാനില്ല, വളരെ ചെറിയ വേഗതയിലാണ്. കാരണം 18 മണിക്കൂർ കടന്ന് 19 മണിക്കൂറും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പോലും ഇനി ഏതാണ്ട് ഒരു 30 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് PS വീട്ടിലേക്ക് എത്താൻ വേണ്ടത്. പക്ഷെ ആ 30 കിലോമീറ്റർ എന്ന് പറയുന്നത് പോലും കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, അത് നമുക്ക് പ്രത്യേകിച്ച് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു 1.5-2 മണിക്കൂർ ഇനിയും പ്രതീക്ഷിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 9:30 സമയം. ഒരു 11:30 എങ്കിലും 11-12 PS വീട്ടിൽ വിലാപയാത്ര എത്തും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ, അജിംഷാദ് ചോദിച്ചതുപോലെ, ഞാനിപ്പോ ഇങ്ങനെ ഈ വിലാപയാത്രയുടെ ഈ PS കൊണ്ട് പോകുന്ന ഈ വിലാപയാത്ര പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിന് തൊട്ടു മുമ്പിലാണ് ഞാനുള്ളത്. ദൃശ്യങ്ങളിൽ ഞങ്ങൾക്ക് കാണാം, തൊട്ടു മുമ്പിലാണ് അതെ, ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ കൃത്യമായി കരുവാറ്റയിലേക്ക് കടന്നിരിക്കുന്നു. കരുവാറ്റയിലെ വളരെ പ്രധാനപ്പെട്ട 2-3 ജംഗ്ഷനുകളുണ്ട്. ഇവിടെ ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന സമയങ്ങളാണ്. അതിന്റെ അസൗകര്യങ്ങളൊക്കെ ആളുകൾക്ക് നേരിട്ട് വന്ന് കാണുന്നതിന്, പക്ഷെ അതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതിനിടയിൽ അവരെല്ലാവരും വന്നു നിൽക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ കരുവാറ്റ ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തുന്നു. കരുവാറ്റ ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തുകയാണ് ഇപ്പോൾ കരുവാറ്റ. ഇനി അടുത്ത പോയിന്റ് എവിടെയാണ്? അടുത്ത പോയിന്റ് ഒന്നും ഇല്ല എങ്കിൽ പോലും കരുവാറ്റ TB ജംഗ്ഷനാണ്. കാരണം ഇത് പറയുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, കേരള ന്യൂസ് കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രേക്ഷകർക്കൊക്കെ, ഈ ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ ഇത് കണക്കാക്കി ക്രമീകരിച്ച് വീടുകളിൽ നിന്നും മറ്റും റോഡിലേക്ക് വരുന്നതിനും ഒക്കെയുള്ള സൗകര്യം. അത് ഇന്നലെ തന്നെ ശരത്ചന്ദ്രൻ, ഇന്നലെ തന്നെ കൈരളി ന്യൂസിന്റെ വലിയ സ്ക്രീനുകളാണ് കാവനാട്ടും കൊല്ലത്തും ചിന്നക്കടയിലും ഒക്കെ സ്ഥാപിച്ച് PS എവിടെ എത്തിയെന്ന് അവർ നോക്കി നിന്നത്. അതെ അജിംഷാദ്, ഞാനത് കണ്ടിരുന്നു.
ചിന്നക്കടയിലേക്ക് എത്തുമ്പോൾ രാത്രി ഏതാണ്ട് ഒരു 3:40 കൂടിയാണ് 3:40 ചിന്നക്കടയിൽ എത്തുന്നത്. ചിന്നക്കടയിൽ പ്രത്യേകം, ചിന്നക്കടയിലും അതുപോലെ ചവറയിലും മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത കണ്ടത്. അല്ല, അതെ, ബിഗ് സ്ക്രീൻ, അത് ബിഗ് സ്ക്രീൻ. ഞാൻ പറഞ്ഞത് വലിയ പന്തലിട്ടിട്ട് പന്തലിനകത്തേക്ക് പ്രത്യേക വാഹനം പന്തലിനകത്തേക്ക് കയറി പോകും. എന്നിട്ട് ഈ പന്തലിനകത്ത് രണ്ട് സൈഡിലും ആളുകൾക്ക് നിരനിരയായി നിന്ന് VS-നെ കാണാൻ കഴിയുന്ന നിലയിൽ ഒരു ക്രമീകരണം അത് ചിന്നക്കടയിലും അതുപോലെ തന്നെ ചവറയിലും ഉണ്ടായിരുന്നു. അജിംഷാദ് പറഞ്ഞ പോലെ ചിന്നക്കടയിലും അതുപോലെ തന്നെ കാവനാടുമാണ് വലിയ ഇതൊക്കെ വെച്ചിട്ട് ബിഗ് സ്ക്രീൻ സ്ക്രീനൊക്കെ വെച്ച് കൈരളി ന്യൂസിലൂടെ VS-ന്റെ ഈ അന്ത്യയാത്ര ആളുകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആവേശകരമായ ഇപ്പോ ഇങ്ങനെ ഇവിടെ നിർത്തിയപ്പോൾ കരുവാറ്റ സ്കൂൾ ജംഗ്ഷനിൽ നിർത്തുമ്പോൾ ഈ സ്ക്രീനിലെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വിച്ചു അത് പകർത്തി നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ ബസ്സിനടുത്തേക്ക് ഓടിയെത്തുകയാണ്. എത്രമാത്രം ഓടണ്ട, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ആളുകൾ വാഹനം നിർത്തിയത് കാണുമ്പോൾ എല്ലാ വശങ്ങളിലും ഇറങ്ങി പോകുന്നു എന്നതുകൂടിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കാണേണ്ട. അപ്പോ നമ്മൾ കാണുന്ന മെല്ലെ ഈ വാഹനം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ VS-നെ വഹിച്ചുകൊണ്ടുവരുന്ന ആ പ്രത്യേക വാഹനത്തിന്, സജ്ജമാക്കിയിരിക്കുന്ന വാഹനത്തിന് നീങ്ങാൻ കഴിയില്ല. കാരണം അതിന് ചുറ്റും ആളുകളുണ്ട്. പക്ഷേ മെല്ലെ നീങ്ങുന്നു. വി ജയരാജന്റെ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകുമോ ജിംഷാദ്? അത് ഉണ്ട്. പക്ഷേ ആളുകളെല്ലാം ഇങ്ങനെ, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഒരുപക്ഷെ ശരത്ചന്ദ്രൻ ഈ വിലാപയാത്രയുടെ തൊട്ട് മുമ്പിലാണ്. ഞങ്ങൾക്ക് അതും ഒപ്പം ആകാശ ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾക്ക് ഇപ്പോൾ കാണാം. രണ്ടും നമ്മുടെ സ്ക്രീൻ പകുക്കുന്നുണ്ട്. അപ്പോ ആ ഗ്രാവിറ്റി വളരെ വലുതാണ്, ജനങ്ങളുടെ ആ ഗ്രാവിറ്റി. ഈ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഞങ്ങളാരും കാണാത്ത തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇന്നലെ മുതൽ ദർബാർ ഹാളിൽ നിന്ന് ഈ വിലാപയാത്ര ആരംഭിച്ച സമയം മുതൽ കൈരളി ന്യൂസിലൂടെ ഈ ആകാശ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. പ്രേക്ഷകർക്ക് കുറെ കൂടി ഈ വിലാപയാത്രയെ കുറിച്ച് കേരളത്തിൽ സമാനതകളില്ലാത്ത വിധം ഒരു ചരിത്രമായി മാറിയ യാത്രയാണ് ഇത്. 18 മണിക്കൂറും കടന്ന് 20 മണിക്കൂറിലേക്ക് എത്തുന്ന ഒരു വലിയ യാത്രയാണ് കാണുന്നത്. ഇന്നലെ നമ്മൾക്കറിയാം 2 മണിക്ക് പുറപ്പെട്ട ഈ ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര ഏതാണ്ട് സാധാരണ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് എത്താൻ ഒരു 3.5 മണിക്കൂർ മതി. ഈ 3.5 മണിക്കൂർ കഴിയുമ്പോൾ, 3.5 മണിക്കൂർ ആകുമ്പോഴും കഴക്കൂട്ടത്തേക്ക് പോലും ഇന്നലെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം നഗരം പോലും ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ വലിയ തോതിലുള്ള ആളുകളുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആളുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് തുടർച്ചയായി അത് തന്നെയാണ് പിന്നീട് ഇങ്ങോട്ട് രാത്രി മുഴുവൻ കണ്ടത്. രാത്രി വൈകിയതൊന്നും ആളുകളുടെ വരവിനെ ബാധിച്ചതേയില്ല. പുലർച്ചെയൊക്കെ വലിയ തോതിലുള്ള ആളുകൾ, പിന്നീട് രാവിലെ 6 മണി 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വൈകുന്നതിനനുസരിച്ച് ആളുകൾക്ക് കുറച്ചുകൂടി വിവരങ്ങൾ മനസ്സിലാക്കി ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ 6 മണിക്കും ഒക്കെ പുലർച്ചെ മുതൽ തന്നെ എല്ലായിടത്തും എല്ലാ കേന്ദ്രങ്ങളിലും കടന്നു വന്ന വഴികളിലൊക്കെ വലിയ തോതിൽ ആവേശകരമായി തന്നെ VS-ന്റെ മുദ്രാവാക്യം വിളികളോടെയാണ് യാത്രാ മൊഴി ഏകിയത് അജിംഷാദ്. തീർച്ചയായും. കാരണം നമ്മളിത് കാണിക്കുന്നത് കൊണ്ട് സ്ഥലങ്ങളടക്കം ദൃശ്യങ്ങളടക്കം ഓരോ നിമിഷവും കാട്ടുന്നത് കൊണ്ട് ഒരുപക്ഷെ നേരത്തെ ഇന്നലെ രാത്രി കണ്ടതുപോലെയല്ല ഇപ്പോൾ ഉള്ളവർക്ക്. മറ്റത് മണിക്കൂറുകൾ അവർക്ക് വന്ന് തെരുവിൽ കാത്തു നിൽക്കേണ്ടി വന്നു VS-നെ കാണാൻ. ഇപ്പോൾ തൊട്ട് മുമ്പ് അവർക്ക് എത്താനായി. കാരണം പല വൃദ്ധരായ പലരും നമ്മളോടത് ഷെയർ ചെയ്തു അല്പം മുമ്പ്. ശരത്ചന്ദ്രൻ, അതെ, രാവിലെ സംസാരിക്കും മനു രാവിലെ ഈ കാര്യങ്ങൾ പ്രേക്ഷകരുമായി സംസാരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഒരാൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് വന്ന് നിന്നതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു സമയം 7 മണിയോട് അടുപ്പിച്ചാണ് ആ പ്രദേശത്തേക്ക് ഈ വിലാപയാത്ര എത്തിപ്പെട്ടത്. പക്ഷേ പുലർച്ചെ മുതൽ കാത്തു നിൽക്കുന്നവരുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഈ കേന്ദ്രങ്ങളിൽ കാത്തു നിന്നവരുണ്ട്. മഴയെ കൂസാതെ കാത്തു നിന്നവരുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം, ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നേരെ തിരുവനന്തപുരത്ത് വന്ന് ഈ വിലാപയാത്രയ്ക്കൊപ്പം തിരുവനന്തപുരം മുതൽ സഞ്ചരിക്കുന്നവരുണ്ട്. എത്രയോ കിലോമീറ്ററുകൾ കാൽനടയായി നടന്ന മനുഷ്യരെ കാണുകയുണ്ടായി. അതിനിടയിൽ മഴയൊക്കെ കനത്തപ്പോൾ മാത്രം ഏതെങ്കിലും ഒരു വാഹന സൗകര്യമൊക്കെ പിടിച്ച് പോകുന്നു. മഴ മാറുമ്പോൾ വീണ്ടും ഇതിനോടൊപ്പം ഈ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യരെ കാണാനിടയായി. അങ്ങനെ ജീവിതത്തിലെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ. അതുപോലെ തന്നെ ഒരു നൂറ്റാണ്ട് കടന്ന സമര ജീവിതമായിരുന്നു VS-ന്റേത്. അതെല്ലാം ഈ ആളുകളുടെ മനസ്സിലുണ്ട്. തൊഴുകൈകളോടെ VS-നെയും കൊണ്ട് ഈ വിലാപയാത്ര കടന്നു വരുമ്പോൾ
വിലാപയാത്ര കടന്നു വരുമ്പോൾ തൊഴുകൈകളോടെ നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്, സ്ത്രീകളെ കാണുന്നുണ്ട്, പ്രായമായവരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ സ്ത്രീകളും മറ്റുമൊക്കെ കരയുന്നത് കാണാമായിരുന്നു. വലിയ മുദ്രാവാക്യം വിളികളോടെ സമാനതകളില്ലാത്ത വിധത്തിലേക്ക് കേരളത്തില് മറ്റൊരു ഈ സമീപകാലത്തൊന്നും ആ വിധത്തിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധ്യമല്ലാത്ത വിധമുള്ള വലിയ യാത്രാ മൊഴിയാണ്, അന്ത്യയാത്രയാണ്, യാത്രാമൊഴിയാണ് ഇപ്പോൾ VS-ന് കേരളമാകെ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങളിൽ കാണുന്നത് ഈ നാട്ടുകാർ മാത്രമല്ല എന്നുള്ളതാണ്. മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി ഞാൻ ഓർക്കുന്നു, എനിക്കൊന്നു കൊട്ടിയം ചാത്തന്നൂർ എത്തുമ്പോ മലപ്പുറത്ത് നിന്നുള്ള ഒരുപാട് ആളുകൾ, സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പൊ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആലപ്പുഴയിൽ എത്തുമ്പോൾ ഇതിലും തിരക്കായിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് നേരെ കൊല്ലത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ചാത്തന്നൂര് സ്ഥലം പിടിച്ച് അവരിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അതിലെ കടന്നുപോയത്. അപ്പോഴാണ് അവർ അതേക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ ഇന്നലെ ഒരു വലിയൊരു അനുഭവം ഞാൻ ആറ്റിങ്ങിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് VS അല്ലെങ്കിൽ എന്തുകൊണ്ട് CPIM എന്ന തരത്തിൽ അവരുടെ ആവേശത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ EMS-നെ കണ്ടിട്ടില്ല, ഞങ്ങൾ AKGയെ കണ്ടിട്ടില്ല, ഞങ്ങൾ EK നായനാരെ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് VS മുതലുള്ള നേതാക്കളെയാണ് അറിയാവുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള തീർച്ചയായും ശരത്ചന്ദ്രൻ,